ഇവളെ പോലൊരു പെണ്ണിനോട് പറയാൻ പാടുള്ളതാണോടി നീ ഇപ്പൊ പറഞ്ഞത്? നിന്റെ സ്വന്തം മോളാണെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കൂ? പിന്നെ നിന്റെ ഈ പിഴച്ച നാവിൽ നിന്നും എന്റെ ആനന്ദിനെയും അരവിന്ദിനെയും ഇവളുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു വാക്കിന് പുറത്ത് വന്ന പിഴുതേറിയും ഈ നാവിനെ ഞാൻ. അതിന് ബന്ധവും സ്വന്തവും ഒന്നും നോക്കില്ല അഖിലാണ്ടേശ്വരി. ചേച്ചി, ഞാനീ പറഞ്ഞത് നിനക്കറിയാലോ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. നവഗ്രഹ പൂജയ്ക്ക് ആനന്ദിനൊപ്പം ഇവളൊന്നിരുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴാ നീ എന്റെ 2 ആൺമക്കളെയും ഇവളുമായി ചേർത്ത് ഇപ്പഴീ അസംബന്ധം പറഞ്ഞത്. നീ എന്താടി ഇത്ര തരം താന്ന് പോകുന്നത്? ഈ കുടുംബത്തിനൊരു അന്തസ്സും ആഭിജാത്യവും ഇല്ലേ? ഇവിടെ വന്നു കയറിയവളാണെങ്കിലും ഇനിയെങ്കിലും അതനുസരിച്ച് വേണം നടക്കാൻ. കഷ്ടം. ചേച്ചി പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇതൊരു വെറും നിശ്ചയമല്ലേ? അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സോ സ്വർണമോ വാങ്ങിച്ചോ എന്ന് ആനന്ദ് പറയുമ്പോ ഇങ്ങനെ 5-6 ലക്ഷത്തിന്റെ സാധനം വാങ്ങാന്ന് പറഞ്ഞാ അത് അഹങ്കാരമല്ലേ? അത് ചോദിച്ചപ്പോ ഇവളുടെ ഒരു ന്യായം പറച്ചില് ഇത് ആനന്ദ് നിർബന്ധിച്ച് വാങ്ങിച്ചു കൊടുത്തതാന്ന്. അതെ, അത് തന്നെയാ സത്യവും. ആനന്ദ് തന്നെയാ ഇതൊക്കെ വാങ്ങിക്കൊടുത്തത്. അല്ല, അതിന് നിനക്കെന്താ ഇപ്പൊ കുഴപ്പം? നോക്ക്, കല്യാണിയുടെ നിശ്ചയവും കല്യാണവും ഗ്രാൻഡായിട്ട് നടത്തുമെന്ന് ഞാൻ കൊടുത്ത വാക്കാ. അത് ഞാൻ പാലിച്ചിരിക്കും. ആവശ്യമുള്ളത് എന്തും വാങ്ങിച്ചോളാൻ പറഞ്ഞു വിട്ടപ്പോ സ്വന്തം നില മറന്ന് സാധനങ്ങൾ വാങ്ങാതിരുന്നത് കല്യാണിയുടെ മര്യാദ. അങ്ങനെ വില കുറഞ്ഞത് മാത്രം പർച്ചേസ് ചെയ്ത് മാറി നിന്ന കല്യാണിക്ക് അവൾ ആഗ്രഹിച്ചതൊക്കെ കണ്ടറിഞ്ഞ് വാങ്ങിക്കൊടുത്തത് ആനന്ദിന്റെ വലിയ മനസ്സ്. അതൊക്കെ തിരിച്ചറിയണമെങ്കിലേ ആദ്യം നീ കഴുകി വൃത്തിയാക്കേണ്ടത് നിന്റെ മനസ്സാ. പിന്നെ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലെങ്കിലും പിറക്കണം. ഇത് രണ്ടും നിനക്കില്ല. അഴുക്കിൽ പിറന്ന് അഴുക്ക് പിടിച്ച ജന്മോ നിന്റേത്. ഇനിയെങ്കിലും ഒരു വൃത്തിയുള്ള സ്ത്രീയാവാൻ നോക്ക്. കല്യാണി, ഇതൊക്കെ എടുത്ത് നിനക്ക് വീട്ടിൽ കൊണ്ടുപോവാം. അഖിലാണ്ടേശ്വരിയും മകനും വാങ്ങിത്തരുന്ന സമ്മാനങ്ങൾ തിരിച്ചു വാങ്ങാറില്ല. സുജാത മാഡം. ആന്റി, ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവോ? ഉച്ചയ്ക്ക് വല്ലതും വയറ് നിറയെ കഴിച്ചിട്ടേ ഞാനങ്ങ് പോയാലോ? നീ പോകാനല്ല വന്നത്, ഇവിടെ വെച്ച് വാഴാനാ. ഈ വീട്ടിലെ ജോലിക്കാരുടെ മുന്നിൽ വെച്ച് അഖിലാണ്ടേശ്വരി വീണ്ടും എന്നെ തല്ലി. അതിനൊരു മറുതല്ല് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് വെറുതെയാ. ആ തല്ലിനും വടിയായിട്ട് നീ വേണം എനിക്കിവിടെ. ഈ വീട്ടിലെ ജോലിക്കാരുടെ മുന്നിൽ വെച്ച് അഖിലാണ്ടേശ്വരി വീണ്ടും എന്നെ തല്ലി. അതിനൊരു മറുതല്ല് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് വെറുതെയാ. ആ തല്ലിനും വടിയായിട്ട് നീ വേണം എനിക്കിവിടെ. അഖിലാണ്ടേശ്വരി, നീ നോക്കിക്കോ. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കാൻ പോകുന്നത് എന്റെ മനസ്സല്ല, നിന്നെയാ. ഈ തൃച്ചമ്പരത്ത് നിന്ന് ഈ കിട്ടിയ തല്ലിന്റെ മറുപടി ഞാൻ തരുന്നുണ്ട് ഉടൻ തന്നെ.
ഹലോ. കല്യാണിയല്ലേ ഇത്? ഞാനാ രാജീവ്. മനസ്സിലായി, പറഞ്ഞോളൂ. ഏയ്, പറയാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണി ഉറങ്ങിയിരുന്നോ? എന്റെ വലിയൊരു ശല്യമൊന്നും ആയിട്ടില്ലല്ലോ. ഏയ് ഇല്ല. പിന്നെ എന്തൊക്കെ കാര്യങ്ങള്? അത്താഴം കഴിഞ്ഞോ അവിടെ? ഞാനും അനിയൻകുട്ടനും കഴിച്ചു. അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. അത് സാരമില്ല, ഉടനെ വരും. സമയം അധികമൊന്നും ആയില്ലല്ലോ. അല്ല, ആഹാരം കഴിച്ചോന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. പക്ഷെ ഞാൻ കഴിച്ചോന്ന് കല്യാണി തിരക്കില്ലല്ലോ. അത് പോട്ടെ. സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവാൻ ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്നുള്ള തോന്നൽ വല്ലാത്തൊരു സുഖം തരുന്നുണ്ട് എനിക്ക്. കല്യാണിക്കും അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ലേ? ഞാനിങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയുമെന്നായിരിക്കും ആലോചിക്കുന്നല്ലേ? എന്നാലേ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഞാനിതുവരെ നേരിട്ട് ചോദിച്ചിട്ടില്ല. ഇപ്പതേ ഫോണിലൂടെ അങ്ങ് ചോദിക്കുക. കല്യാണിക്ക് ഇഷ്ടമായോ എന്നെ? സത്യം വേണം മറുപടി പറയാം. ഇഷ്ടമാണ്. താങ്ക്സ് അലോട്ട്. സത്യം പറഞ്ഞ ഞാൻ ഉറങ്ങാൻ കിടന്നതാ. അപ്പോഴാ ആനന്ദ് സാറിന്റെ മുഖം മനസ്സിലേക്ക് വന്നത്. അപ്പൊ കരുതി കല്യാണി ഒന്ന് വിളിച്ചേക്കാന്ന്. അതെന്താ ഇപ്പോ വലിയ കുഞ്ഞിന് ഓർമ്മ വന്നേ? അത് മനസ്സിലായില്ല. പകല് നടന്ന സംഭവമില്ലേ, ഷോപ്പിങ്ങില് നിനക്കിഷ്ടപ്പെട്ട ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റിയില്ലല്ലോ എനിക്ക്. അതെനിക്ക് വലിയ വിഷമമായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പോലും നടത്തി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. പക്ഷേ അവിടെ ആനന്ദ് സാറെത്തി നിനക്കിഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി തന്നപ്പോൾ എൻ്റെ മനസ്സാണ് നിറഞ്ഞത്. വലിയ മനുഷ്യനാണ് അദ്ദേഹം, വളരെ വളരെ വലിയ മനുഷ്യൻ. അത് ശരിയാ. വലിയ കുഞ്ഞിന് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള എന്തോ ഒരു കഴിവുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം, അനുഭവമുള്ളതാ. കറക്റ്റ്. ഏതായാലും സാറിന്റെ കാര്യം വിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. കല്യാണി, നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത് പിന്നെ കല്യാണി, നിന്നെ കാണാൻ നല്ല ഭംഗിയാ. ആരുമില്ലാത്ത എനിക്ക് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് എന്റെ ഭാഗ്യ, മഹാഭാഗ്യം. കല്യാണി എന്താ ഒന്നും പറയാത്തെ? ഏയ് ഒന്നുമില്ല. ഏതായാലും എനിക്കിഷ്ടമായി. ഐ ലവ് യു കല്യാണി, ലവ് യു സോ മച്ച്. കല്യാണി, കല്യാണി കേൾക്കുന്നില്ലേ? കല്യാണി കേൾക്കുന്നുണ്ട്. ഇതുപോലുള്ള സംസാരമൊക്കെ കല്യാണത്തിന് ശേഷം മതി. എനിക്കെന്തോ ഒരു പേടി പോലെ. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ശരിയല്ലല്ലോ. ഓക്കെ റിലാക്സ്. നാളെ നമ്മുടെ നിശ്ചയ, അതിന് ശേഷമാവാലോ. ഞാൻ വെയിറ്റ് ചെയ്തോളാം. തൽക്കാലം ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ആദ്യം നീ കഴുകി വൃത്തിയാക്കേണ്ടത് നിന്റെ മനസ്സാ. പിന്നെ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലെങ്കിലും പിറക്കണം. ഇത് രണ്ടും നിനക്കില്ല. അഴുക്കിൽ പിറന്ന് അഴുക്ക് പിടിച്ച ജന്മോ നിന്റേത്. എന്റെ പെൺകെട്ടുണ്ട് പോയേ ബ്രാൻഡി കുപ്പി. ഇതെന്താ രാത്രി ചക്രവാളവും കൊണ്ട് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുകയാണല്ലോ. അതോ മൂഡ് ഔട്ടോ? ആന്റി എന്തു പറ്റി? അഖിലാന്റി അടിച്ചു തോർത്തുള്ള ടെൻഷനാണോ? അതോ അങ്കിള് വീട്ടിലില്ലാത്തതിന്റെ റൊമാൻറ്റിക് സങ്കടോ? ഇതെന്താ പ്രതികരണം ഇല്ലല്ലോ? ഇപ്പൊ കാര്യം പിടികിട്ടി.
അഖിലാന്റിയുടേന്ന് അന്ന് എനിക്ക് കിട്ടിയപ്പോ സംഭവിച്ചതുപോലെ ചെവിയുടെ സ്പീക്കർ അടിച്ചു പോയിട്ടുണ്ടാവും. അയ്യോ പാവം. ടെൻഷൻ അടിക്കണ്ട, നമുക്കേ ഒരു ENT യെ കാണിക്കാം. അയ്യോ, ദേ എന്റെ മുന്നിൽ വന്ന് നിന്ന് പൊട്ടം കളിക്കരുത്. ഞാൻ ആകെ തീ പിടിച്ച് നിക്ക. വെറും ഒരു അടുക്കളക്കാരിയുടെ മുന്നിലാ ആ സ്ത്രീ എന്നെ അപമാനിച്ചത്. നീറി നീറി വെണ്ണീറായിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. ഹ, അത് കള ആന്റി. നടന്നതൊക്കെ നടന്നു. ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. ആന്റി വാ, എനിക്ക് വിശക്കുന്നു. നമുക്ക് എന്തേലും പോയി കഴിക്കാം. ശ്ശോ, തീറ്റപ്രാന്തി. ഇവിടെ തലയിൽ തീവണ്ടി ഓടിക്കൊണ്ടിരിക്കും. അവിടെ ഒരു തീറ്റക്കാരി. പൊയ്ക്കോ അവിടുന്ന്. എന്നെ എന്തിനാ അടിക്കുന്നത്? കയ്യെ കിട്ടുമെങ്കിലേ ആന്റി അടിച്ച് അഖിലാന്റി പോയി അടിക്കും. ഇത് കൊള്ളാം. കിട്ടുവടി, കയ്യില് കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പൊ ഇങ്ങനെ ശ്വാസം മുട്ടി എന്നെ അടിച്ച് അപമാനിച്ച അഖിലാണ്ടേശ്വരിയോട് മറുത്തൊന്നും പറയാതെ എന്റെ പ്രതികാരമൊക്കെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണേ ഉള്ളൂ, അത് നീയാ. നിന്നെ ഈ തൃച്ചംബരത്തെ മരുമകളാക്കി എന്നിട്ട് അഖിലാണ്ടേശ്വരിയെ എനിക്ക് പിച്ചക്കാശിന് ഗതിയില്ലാത്തവളാക്കി നടു റോഡിൽ ഇറക്കി വിടണം. ഞാനത് ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ, നീ നോക്കിക്കോ. അപ്പൊ എന്റെ ആനന്ദേട്ടനെ കല്യാണം നടക്കുമല്ലേ ആന്റി? നടക്കും, നടത്തിക്കും ഞാൻ. എന്ത് തന്ത്രം ഇറക്കിയും ആനന്ദിനെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിച്ചിരിക്കും. അതെന്റെ വാശിയാ. വേണമെങ്കിൽ ദുർവാശിയൊന്നും കൂട്ടിക്കോ. താങ്ക് യു ആന്റി, താങ്ക് യു വെരി മച്ച്. വാ, ഇനിയെങ്കിലും നമുക്ക് വല്ലം പോയി കഴിക്കാം. തീറ്റിപ്രാന്തി. ഹു, ആന്റിയെ ഇത്രയൊക്കെ അപമാനിച്ചവൾക്കെതിരെ എങ്ങനെ പ്രതികാരം ചെയ്യാമെന്ന് ചിന്തിക്കാനുള്ള സമയത്ത് നിനക്ക് തിന്നോളാൻ വയ്യല്ലേ? എടി, നിനക്ക് വേണ്ടിയാ ഞാൻ ഇത് മുഴുവൻ സഹിക്കുന്നെന്ന് നിനക്കറിയാവോ? ശരി ശരി, അങ്ങനെയാണെങ്കിലേ ആന്റിക്ക് ആർക്കാ ആദ്യം പണിയെടുക്കേണ്ടത്? അത് പറ, കേക്കട്ടെ. രണ്ടുപേരുണ്ട്. ഞാൻ ഇങ്ങനെ അപമാനിക്കപ്പെടാൻ കാരണം അവളാ, ആ കല്യാണി. അവളെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ എന്നെ അപമാനിച്ച അഖിലാണ്ടേശ്വരി. രണ്ടുപേരോട് എനിക്ക് പകരം വീട്ടണം. അപ്പൊ കിട്ടിയത് പോരെ ഒന്നും? ഡേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും. അതല്ല ആന്റി, ആ കല്യാണിക്കുള്ള പണി നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. പക്ഷേ അഖിലാന്റി അപമാനിക്കാൻ നോക്കുന്നത് അത്ര പന്തിയല്ലെന്നാണ് എന്റെ ഒരു... നിർത്തടി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അപമാനം കൊണ്ട് തലകുനിച്ച് നിൽക്കുന്നത് നിനക്ക് കാണണോ? കാണോടി. അതെങ്ങനെ ആന്റി? പറ, കേക്ക് എനിക്ക് കൊതിയായിട്ട് വയ്യ. അതിനൊരു മാർഗമുണ്ട്. നാളെ നടക്കാൻ പോകുന്ന കല്യാണിയുടെ നിശ്ചയം മുടങ്ങണം. അപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കാനാകാതെ അഖിലാണ്ടേശ്വരി അപമാനം കൊണ്ട് തലകുനിച്ച് നിൽക്കും. കല്യാണിയുടെ കല്യാണവും മുടങ്ങും, അഖിലാണ്ടേശ്വരിയോടുള്ള പ്രതികാരവുമായി. എങ്ങനെയുണ്ട്? ഒരു വെടിക്ക് രണ്ട് പക്ഷിയായില്ലേ? ആന്റി സമ്മതിച്ചു, സൂപ്പർ ഐഡിയ. പക്ഷെ ആന്റി, എനിക്കൊരു സംശയം. അത് ഈ കല്യാണി എങ്ങനെയെങ്കിലും തൃച്ചംബരത്ത് നിന്ന് ഓടിക്കാനല്ലേ ആന്റി ഈ പെടാപ്പാടൊക്കെ പെടുന്നത്? ഈ നിശ്ചയം മുടങ്ങാതിരുന്ന അവള് കല്യാണം കഴിച്ചങ്ങ് പോവില്ലേ? അതോടെ കല്യാണിയെ കൊണ്ടുള്ള ശല്യം തീരുമല്ലോ. എടി പോത്തേ, ആ കല്യാണിയെ കെട്ടാൻ പോകുന്നത് ഒരു ഡ്രൈവറോ വാച്ച്മാനോ കൂലിപ്പണിക്കാരനോ ആയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷത്തോടെ ഇരുന്നേനെ. പക്ഷെ ഇപ്പൊ അവളെ കെട്ടാൻ പോകുന്നത് രാജീവ് എന്ന നല്ല വിദ്യാസമ്പന്നനും മാസം 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവനുമാ. പോരാത്തതിന് അഖിലാണ്ടേശ്വരിയുടെ വക വേറെ ഈ സമ്മാനങ്ങൾ ഉണ്ടാവും. ആ അടുക്കളക്കാരിയെ അങ്ങനെ അങ്ങ് സുഖിക്കാൻ നമ്മൾ വിടണോ? വിടില്ല ഞാൻ. അവളെ ഏതെങ്കിലും കൂലിപ്പണിക്കാരൻ കെട്ടിയാലേ എനിക്ക് സമാധാനമാവൂ. അല്ലെങ്കിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒരു പിച്ചക്കാരനെ കെട്ടി അവള് നരകയാതന അനുഭവിക്കുന്നത് എനിക്ക് കാണണം. അതിന് ഈ നിശ്ചയം മുടങ്ങണം, മുടങ്ങിയേ പറ്റൂ. എന്നാലേ ഈ വിലാസിനിയുടെ നെഞ്ചിലെ കല്ലിറങ്ങും, സമാധാനം കിട്ടും. നീ കണ്ടോ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്?
കല്യാണി, നീ സിമ്പിളായി നിൽക്കുമ്പോഴും നല്ല ഭംഗിയാ നിന്നെ കാണാൻ. ഈ സാരിയും ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുമ്പോ രാജകുമാരിയെ പോലുണ്ട്. ആര് കണ്ടാലും മോഹിച്ചു പോവും എന്റെ ഈ സുന്ദരി കുട്ടിയെ. ചേച്ചി, നോക്കുന്നവരുടെ കണ്ണിലെ സൗന്ദര്യം എന്നാ പറയണേ. ചേച്ചിക്ക് മനസ്സുകൊണ്ട് എന്നെ ഇഷ്ടല്ലേ? ആ, അതുകൊണ്ട് ആ കണ്ണുകളിൽ എനിക്കൊരു അല്പ സൗന്ദര്യം കൂടുതൽ തോന്നിക്കും. അത്രേ ഉള്ളൂ. സർ, ഗുഡ്. ഇപ്പഴാ ചെറിയൊരു മണവാളന്റെ ലുക്കായത്. അല്ല, ഈ കസവും വിട്ട് ഞാൻ തന്നെയാണെന്ന് പുറത്താരോടും പറയണ്ട കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് സർ. വന്നു കണ്ട ദിവസം തന്നെ എനിക്കൊരു ജോലി തന്നു. പിന്നെ അനാഥനായ എനിക്ക് കൂട്ടിനൊരാളെ. ഇപ്പോ ഒരുക്കങ്ങൾ സാറിന്റെ ഈ മുറി വരെയായി. ആരും എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. ഇതിനൊക്കെ ഞാൻ... ഏയ്, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്? നല്ല കാര്യം നടക്കാൻ പോകുന്നൊരു നല്ല ദിവസമല്ലേ ഇന്ന്. ജസ്റ്റ് cheer up man. Be happy and make others happy. അതാണ് എന്റെ പോളിസി. മനസ്സിലായോ? മനസ്സിലായി സർ. അത് ഇതിനൊക്കെ ഞാൻ എന്ത് പകരം തരുമെന്ന് ആലോചിക്കുമ്പോഴാ. പകരം തന്നല്ലോ, ഈ ലോഗോ. രാജീവേ, ഈ ലോഗോ വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഈ ലോഗോയിലെ കണ്ണുകൾ രാജീവിന്റെ സ്വന്തം ഡിസൈൻ ആണോ അതോ? അല്ല സർ, അത് ഞാൻ ഡിസൈൻ ചെയ്തതല്ല, ഒറിജിനൽ കണ്ണുകളാണ്. ഓ, അത് ശരി. അപ്പൊ ഏതോ ഒരു ഒറിജിനൽ പെൺകുട്ടിയുടെ കണ്ണുകൾ വെച്ചാ ലോഗോ ഡിസൈൻ ചെയ്തത്, റൈറ്റ്? ആ പെൺകുട്ടി എവിടെ ഉണ്ടെന്ന് അറിയോ രാജീവിന്? ജസ്റ്റ് ഒന്ന് കാണാനാ. അയ്യോ, ഉടനെയൊന്നും നടക്കില്ല സർ. നമ്മുടെ ഈ ലോഗോയ്ക്ക് വേണ്ടി ഒരുപാട് കാടും മേടും താണ്ടി ഞാൻ അലഞ്ഞു. ഒരുപാട് യാത്രകളും ചെയ്തു. അതിനിടയിൽ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ക്യാമറയിൽ പതിഞ്ഞ കണ്ണുകളായത്. ഓ, ഇതിന്റെ ഉടമസ്ഥയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടുത്തെ മാനേജർ എന്നെ തള്ളി പുറത്തു കൊണ്ടുപോയി. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നില്ല. അല്ല, എന്തു പറ്റി സർ? എന്തിനാ ഇപ്പൊ ആ പെൺകുട്ടിയെ? ഹേയ്, വെറുതെ. ഇത്രയും അഴകുള്ള കണ്ണുകളുടെ ഉടമസ്ഥയെ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണ്ടേടോ. ഒരാഗ്രഹം, അത്രേ ഉള്ളൂ. ബാഡ് ലക്ക് സർ. അഴികൾക്കിടയിലൂടെ ആ ഫോട്ടോയിലുള്ള 2 കണ്ണുകൾ മാത്രമേ തെളിഞ്ഞുള്ളൂ. അതാണ് നമ്മുടെ ഈ ലോകം. ആ പോട്ടെ, നമുക്ക് ആ പെണ്ണാരാണെന്ന് കണ്ടെത്താൻ ആ അമ്പലം വരെ ഒരു ദിവസം പോയാലോ? എന്തു പറയുന്നു? സാർ ആവശ്യപ്പെട്ടാൽ ഞാൻ ചന്ദ്രനെ പിടിച്ചു തരാൻ വരെ കൂടെ കൂടും. ഉറപ്പായിട്ടും നമ്മൾ കണ്ടെത്തിയിരിക്കും ആ പെൺകുട്ടിയെ. താങ്ക് യു വെരി മച്ച്. അപ്പോ പെട്ടെന്ന് റെഡി ആയിട്ടോ. മിഴിയോരം പ്രിയതേ നീ ചായും മഴ പോലെ അരികെ ചിരിയിലെ ദുരാഗമായി മുകിലിലെ